ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ അന്ന് രാത്രി നമ്മൾ ബീച്ചിൽ പോണേന്. അവിടെ ലൈറ്റ് ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോണേന് ഞാനും അമ്മയും അച്ഛനും അപ്പുച്ചേട്ടനും സ്വാതി ചേച്ചിയാണ് പോണത്. ഞങ്ങൾ 6 പേരും കൂടിയാട്ടോ പോണത്. റോഡിലൊക്കെ നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. തിക്കിഞ്ഞിറങ്ങിയാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബീച്ചിൻ്റെ റോഡിലോട്ട് കയറിയിട്ടും നല്ല രീതിക്ക് ബ്ലോക്കായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു സൈഡിലൊരു വഴിയുടെ അടുത്ത് ഞങ്ങൾ വന്ന് 2 വീലർ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നടപ്പ് തുടങ്ങി. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞങ്ങൾ നടന്നു കേട്ടോ. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇതാണ് നമ്മൾ കാറ്റാടി ബീച്ചിലോട്ടുള്ള എൻട്രൻസ്. ആർച്ച് പോലെ ഒരു ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് പാട്ടും മേളവും DJ പരിപാടിയാണെങ്കിൽ മറ്റേ ഭാഗത്ത് ഗെയിം, വേറൊരു ഭാഗത്ത് റൈഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങളവിടെ പാട്ടും മേളമൊക്കെ ഇട്ട് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ കുറച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ റൈഡിൻ്റെ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. കുട്ടികൾക്ക്, കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ളതും അതുപോലെ ഒരു 10 വയസ്സ് അത്ര ഏജുള്ള കുട്ടികൾക്ക് കളിക്കാനായിട്ട് വേറെ, മുതിർന്നവർക്ക് വേറെ, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു കുട്ടീനെ കിട്ടി, പാരൻസിനെ മിസ് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ അറ്റം വരെ നടന്നു. മൈക്കിൽ വിളിച്ചു പറയാനൊക്കെ നോക്കി, പറ്റിയില്ല. പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചു. പോലീസുകാർ വന്ന് പിന്നെ പാരൻസിനെ ഈ ജെയിൻ വീലിൻ്റെ അടുത്ത് തന്നെ പാരൻസിനെയും കിട്ടി. അങ്ങനെ കുട്ടീനെ ഞങ്ങളവിടെ അവർക്ക് കൊടുത്തിട്ട് ഞങ്ങളിവിടെ ഇരിക്കണേണ്. കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു. അതുപോലെ പാരൻസും അതുപോലെ കരച്ചിലായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയി, കുട്ടി ഇങ്ങനെ കരഞ്ഞു പോകണം കണ്ടിട്ട്. വിളിച്ചു പറഞ്ഞ സമയത്തിന് മുനമ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ. ഞാൻ വെച്ചാൽ അവിടെ ഇരുന്ന് കുറേ നേരം നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഞങ്ങൾ ജെയിൻ വീലിൽ കയറാൻ തീരുമാനിച്ചു. ഞങ്ങൾ കയറാൻ പോണേന്. ഏച്ചിക്ക് ടെൻഷൻ ഉണ്ടോ? അപ്പൊ ചേട്ടനാ? ചേച്ചി ഞാനുമാണ് ജെയിൻ്റെ വീലിൽ കയറാൻ നിൽക്കുന്നത് കേട്ടാ. പക്ഷെ എനിക്കൊന്ന് ചേച്ചിനെക്കാട്ടിയും ഭയങ്കര ടെൻഷൻ അപ്പുച്ചേട്ടനായിരുന്നു. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കയറിയതാണ് കേട്ടോ. ഈ ജെയിൻ വീൽ ഇങ്ങനെ കറങ്ങി മേളിൽ ചെല്ലുമ്പോൾ കുറച്ച് നേരം നിർത്തിയിടുവേ. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി. ഈ ചേച്ചി ടെൻഷനാക്കിയിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചില്ല വീഡിയോ. എന്നെയും കൂടി പേടിപ്പിക്കണമായിരുന്നു മുകളിലിരുന്നിട്ട്. സ്ലോ ആയി കറങ്ങിയിട്ട് പിന്നെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഫാസ്റ്റ് കൂടുമ്പം മേളിലോട്ട് പോണേക്കാട്ടി നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ കറങ്ങി താഴത്തോട്ട് വരുമ്പോഴാട്ടെ നമുക്ക് ഗതി പോയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒച്ചപ്പാടും ബഹളം വരുന്നു അതിൻ്റെ മുകളിലേക്ക് ഇരുന്നിട്ട്. എനിക്ക് തോന്നുന്നു ചേച്ചിയാട്ടോ കൂടുതലും രാമായണ പാരായണം മൊത്തം നടത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൻ്റെ ശ്ലോകം ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലിരുന്ന് കേട്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട അതിൻ്റെ മുകളിൽ കിടന്ന് കറങ്ങിയിട്ട്. പേടിയായിരുന്നെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീം തിന്നു. പിന്നെ എന്തുവാ ചൈനീസ് ഫുഡ് അങ്ങനത്തെ എന്തൊക്കെ സാധനമില്ലേ അതൊന്നും തിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നടന്നു. ഞങ്ങൾ സീ ഫുഡിൻ്റെ തന്നെ ഫ്രൈഡ് റൈസ് ആയിരുന്നു. കുറേ മീനും കൂന്തലും, പിന്നെ ഒരു കപ്പ, പിന്നെ എന്താണ് കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീൻ ഇങ്ങനെ പൊള്ളിച്ചത്, ഫ്രൈഡ് റൈസ്, അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. ഒരു അടിപൊളി സാധനം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ക്വാണ്ടിറ്റി ഇല്ലാന്ന്, പക്ഷെ നല്ല രീതിക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല രീതിക്ക് ഒരു ഡെക്കറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ മീൻകുളം പോലെ ചെറുതുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇങ്ങനെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ട ഗെയിമിൽ പങ്കെടുക്കാമെന്നും പറഞ്ഞുകൊണ്ടും ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 50 രൂപയാണ് 8 എണ്ണത്തിനെന്തോ 50 രൂപ അങ്ങനെ കണ്ടാണ്. റിങ് ഒന്നും കിട്ടിയൊന്നുമില്ലാന്ന്. ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ്, ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ആർക്കും ഒന്നും കിട്ടില്ല. ഇങ്ങനെ വലിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പ് കറക്റ്റായിട്ട് പോയി വീഴാൻ പോണേന്ന്.
ഏതാനും ചില ബാക്കിയുള്ളവർക്ക് കിട്ടിയാൽ കിട്ടി. ഒന്നും അറിഞ്ഞില്ല കേട്ടോ, അവരെല്ലാവരും എടുത്തെറിയുന്നുണ്ടായിരുന്നു. എനിക്കറിയാം ഞാനൊന്നും എറിഞ്ഞാലൊന്നും കിട്ടാൻ പോകണമെന്ന്, ഞാൻ ചെയ്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബീച്ചിൽ നിന്ന് പിന്നെ ഇറങ്ങി, പിന്നെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ബീച്ചിലെ കലാപരിപാടികളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ബൈ.